വെരി ചങ്കളെ നമ്മളിപ്പോൾ നിൽക്കണ നമ്മളെ നാട്ടിലാട്ടോ, നമ്മളെ സ്വന്തം നാട്ടിൽ മലപ്പുറം ജില്ലയിൽ മമ്പാടാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ബീമ്പുങ്ങൽ പാലത്തിൻ്റെ അവിടെയാണുള്ളത്. അതായത് നമ്മളെ രണ്ട് നാടുകളെ തമ്മിൽ ഒന്നിച്ച് യോജിപ്പിക്കുന്ന പാലത്തിൻ്റെ അവിടെയാണ് ഇതാകണേ. ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഒന്ന് നിൽക്കുന്നത്. ഇനി ഇതാക്കണേ നമുക്ക് ഇങ്ങോട്ട് പോയാൽ മമ്പാട് അല്ലേ? അതെ, മമ്പാട് ബീമ്പുങ്ങായ്ക്കാണ് എത്തുക. ഈ റോഡ് നേരാണ് പോയി കഴിഞ്ഞാൽ അക്കടെ കാണുന്ന ഓടായിക്കൽ ടൗണാണ് ആ കാണുന്നത് കേട്ടോ. അതിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മളെ വീട് ഏകദേശം കുറേ അങ്ങ് ആ ഒരു ഭാഗത്തോട്ടാണ് വരിക. അപ്പം അങ്ങോട്ടുള്ള നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഭാഗം കണ്ടെങ്കിൽ അവിടെ ഒരു ഹാപ്പിനെസ് പാർക്കൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ആ റോഡ് സൈഡിൽ തന്നെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാട്ടല്ലേ ഒരു 5 മണി 6 മണി ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരാണ്. പാലത്തുമ്മ കൂടിയും അതിൽ ആ പാർക്കിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരായി കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ പുഴേൻ്റെ ഭംഗിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ ചാലിയാർ പുഴയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല വൈബുള്ള രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടെ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബോട്ടിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല രസമുള്ളതാണ്. ഇനി ഇങ്ങനെ വന്നിങ്ങനെ നോക്കി നമ്മളെ നാടിൻ്റെ സൗന്ദര്യമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇത്രയും കാലം നമ്മൾ കാസർഗോഡ് ഭാഗത്തൊക്കെ ആയിരുന്നു അല്ലേ? കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളായിരുന്നു നമ്മള് സ്ഥിരമായിട്ട് നമ്മള് അതെ തീരെ കാട്ടി കൊടുത്തിട്ടില്ല. നമ്മള് എന്തെങ്കിലും വല്ലപ്പോഴൊക്കെ അല്ലേ കൊല്ലത്തിലൊക്കെ ഒന്നൊക്കെ അല്ലേ വരുള്ളൂ ഇടയ്ക്കെന്തായാലും. അപ്പൊ നമുക്കത് കാണിച്ചു തരാനുള്ള ടൈം കിട്ടില്ല. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ വെള്ളം ഇവിടെ ഷട്ടർ ഇട്ട് കെട്ടി നിർത്തിയതാണ് കേട്ടോ. ഇടയ്ക്ക് ഷട്ടറെല്ലാം ഓരോന്നിങ്ങനെ പൊക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയാണ് വെള്ളം പൊണിഞ്ഞ് നമുക്ക് അപ്പുറം ഭാഗത്തേക്ക് പോയിട്ട് ആ ഭാഗത്തുള്ള ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ. അപ്പൊ നമുക്ക് മെല്ലെ ഇങ്ങനെ അപ്പുറത്തേക്ക് നീങ്ങാം. വണ്ടികൾ വൈകുന്നേരം വണ്ടികളാണ് ഇപ്പൊ തന്നെ ഉണ്ട്. കടകളാണ്, ഇഷ്ടം പോലെ കടകളാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഓപ്പൺ ആകാൻ തുടങ്ങണേ ഉള്ളൂ, ആയിട്ടില്ല. ഒരു 3 മണിക്ക് ശേഷം മൊത്തം ഓപ്പൺ ആയിരിക്കും. ഇതാക്കണം ഇവിടെ എല്ലാം ഫുള്ള് നോക്ക്. താഴെ ഷട്ടറുകൾ ഏതോ 1-2 അവിടെയൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അതാണ് അവിടെയൊക്കെ ഇവിടെ ഇങ്ങനെ കുറേശ്ശെ വെള്ളം പോകണം. പിന്നെ എല്ലാം എന്താ പറയാ, മീനൊക്കെ ഇഷ്ടം പോലെ വരുമല്ലോ. മീൻ പിടുത്തക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവലുണ്ട്. അവിടെയൊക്കെ ഫുള്ള് മറ്റേ എന്താ പറയാ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഒരു മോഡലാക്കിയിട്ട് അവിടെയൊക്കെ ചെളിയൊന്നുമില്ല. അവിടെയൊക്കെ ആക്കണ ഫുള്ള് അതിലൊക്കെ ആൾക്കാർ ഇറങ്ങണാണ്. ആ ഭാഗത്ത് കല്ലൊക്കെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നോമ്പിന്റെ സമയത്ത്. നോമ്പ് തുറക്കാനൊക്കെ തുറക്കണോലൊക്കെ ഉണ്ടാവും അവിടെ. ഓരോ ഇങ്ങനെ എന്താ പറയാ ഹട്ടുകളൊക്കെ ആക്കിയിട്ട് ആ ഒരു സ്റ്റൈലിലൊക്കെ അങ്ങനെ നോമ്പ് ഉറപ്പിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെ. പിന്നെ അതിൽക്കൂടെയൊക്കെ ആൾക്കാർ ഇറങ്ങലുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ അതിലിറങ്ങും. ആ ഭാഗത്തു കൂടെ അതിൽ നടന്നു പോണ അത്ര വെള്ളം കുറച്ചുള്ളടെ. നമ്മളെ വീട് ഏകദേശം നമ്മളെ കടവ് അപ്പുറത്തല്ലേ, പാലുള്ളതുകൊണ്ട് നമ്മൾ ഇതില് വരുന്നത്. നമ്മക്ക് അവിടുന്ന് നോക്കി അങ്ങോട്ട് കാണും. നമ്മളെ തൂക്കുപാലൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് താഴെ കടവിലേന്നു. അപ്പൊ ഇതാണ് നമ്മളെ നാടിന്റെ ഓരോരോ ഭംഗികളില്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും വരും കേട്ടോ. ബൈ.